കുട്ടികൾക്ക് പലപ്പോഴും കൊടുക്കേണ്ടി വരാറുള്ള ഒരു സപ്ലിമെൻ്റാണ് അയൺ. എന്നാൽ ചില കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ പല്ലിൽ കറയൊക്കെ വരാറുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും പാരൻസ് ഇത് പാതി വഴി വെച്ച് ഉപേക്ഷിക്കുകയാണ് പതിവ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് അയണിൻ്റെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന രീതിയിൽ ഈ സപ്ലിമെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അയൺ സപ്ലിമെൻറ്റ് ഒരു കാരണവശാലും വെറും വയറ്റിലോ ഭക്ഷണം കഴിച്ച ഉടനെയോ കൊടുക്കരുത്. ഭക്ഷണം കഴിച്ച് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയൺ സപ്ലിമെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അയൺ സപ്ലിമെൻറ്റിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയുടെയോ കാൽസ്യത്തിൻ്റെയോ സപ്ലിമെൻറ്റ് കൊടുക്കരുത്. കാരണം ഇത് അയണിൻ്റെ അബ്സോർപ്ഷൻ തടസ്സമുണ്ടാകും. അതുകൊണ്ട് ഇവ തമ്മിൽ മിനിമം 2-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ വൈറ്റമിൻ സി അയണിൻ്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കും. ചില കുട്ടികൾക്ക് അയൺ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ പല്ലിൽ കറ വരുന്നത് പതിവാണ്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അയൺ സപ്ലിമെൻറ്റ് ഏതെങ്കിലും ഫ്രഷ് ജ്യൂസിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ ഒരു സ്ട്രോയും ഉപയോഗിക്കാം.